കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധുവിന് മർദ്ദനമേറ്റു എന്ന് പരാതി. ഭർത്താവായ പന്തീരങ്കാവ് സ്വദേശി രാഹുലിനെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ ശരീരത്തിൽ പരിക്കുകൾ കണ്ടതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച് യുവതി കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് മടങ്ങി. വിവരങ്ങളുമായി കോഴിക്കോട് വന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണല്ലോ രണ്ടു കൂട്ടരും, അതായത് പെൺകുട്ടിയും വരനും ഒക്കെ വിവാഹത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ആ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു കല്ലുകടി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനി തുടർന്നു കൊണ്ടുപോകേണ്ടാവുന്ന ഒരു തീരുമാനത്തിലേക്ക് പെൺകുട്ടി എത്തുന്നു. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ക്രിസ്റ്റീന, സ്മിത, ഗുഡ് മോർണിംഗ്. ഇവരുടെ വിവാഹം നടക്കുന്നത് ഈ മാസം 5-നാണ്. തുടർന്ന് 7 ദിവസത്തിന് ശേഷം സൽക്കാരത്തിനായി ഈ യുവതിയുടെ നവവധുവിന്റെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ എത്തുകയാണ്. കോഴിക്കോട് പന്തീരങ്കാവിലുള്ള വരന്റെ വീട്ടിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക്. ആ സമയത്താണ് ഈ യുവതിയുടെ ശരീരത്ത് മുഴുവൻ പാടുകൾ കാണുന്നത്, പരിക്കുകൾ കാണുന്നത്, രക്തക്കറയുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ബന്ധുക്കൾ യുവതിയോട് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോഴാണ് യുവതി തനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ വെച്ച് ഈ ഭർത്താവായ രാഹുലിൽ നിന്നേറ്റ മർദ്ദനത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ വലിയ രീതിയിലുള്ള പീഡനം ഈ ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി. ഉടൻ തന്നെ ഈ ബന്ധുക്കൾ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് അവിടെ വെച്ച് ഈ പെൺകുട്ടി പരാതി നൽകുന്നു, ബന്ധുക്കൾ പരാതി നൽകുന്നു. അങ്ങനെയാണ് ഈ പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലിനെതിരെ പന്തീരങ്കാവ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഗാർഹിക പീഡനം ഉൾപ്പെടെ ചുമത്തിയാണ് നിലവിൽ ഈ കേസ്. കൂടാതെ ഈ വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം കൂടി ഈ യുവതി അറിയിച്ചതായി അറിയുന്നു. അതിൽ പ്രകാരം ഈ ബന്ധുക്കൾക്കൊപ്പം എറണാകുളത്തേക്ക് തന്നെ യുവതി മടങ്ങിപ്പോയി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്. ഏതായാലും ഈ ഒരു പരാതിയിൽ, യുവതിയുടെ പരാതിയിൽ ഈ രാഹുലിനെതിരെ, ഭർത്താവ് രാഹുലിനെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.